أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ألم يجدك يتيما فآوى ووجدك ضالا فهدى وأما السائل فلا تنهر وأما بنعمة ربك فحدث. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ സൂറത്തിലെ ഓരോ അക്ഷരത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും നീക്കിത്തരട്ടെ. ദുന്യവിയും മുഹ്റവിയുമായ റാഹത്തും സന്തോഷങ്ങളും അള്ളാഹു ഏറ്റി തരട്ടെ. എന്തായത്തിൻ്റെ അർത്ഥം? وأما بنعمة ربك فحدث. നബിയെ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകളില്ലയോ? ആ നിഅമത്തുകൾ ഫഹദ്ദിസ്, ജനങ്ങളോട് നിങ്ങൾ പറയേണ്ടതാണ്. എന്താണ് നിഅമത്ത് എന്നും അതിന്റെ പ്രധാന വിവക്ഷകൾ എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനെ ഇലാഹായ റബ്ബ് തരുന്ന നിഅമത്തുകൾ അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന നിലയിൽ പറയുക എന്നതു തന്നെ ഇബാദത്താണ്. അത് പറയാന്നുള്ളത് തന്നെ ഒരു ഇബാദത്താണ്. ഈ നിഅമത്തിന് നന്ദി കാണിക്കാത്തവരിലേക്ക് മഹ്ശറയിൽ അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടല്ലോ പല ആളുകളും എത്ര നിഅമത്ത് കിട്ടിയാലും അതൊന്നും അവർ കാണൂല. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് നടക്കുന്ന, ഇല്ലല്ലപ്പാട്ട് പാടി നടക്കുന്ന ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു ആ ദുസ്വഭാവത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അള്ളാഹു ആ ദുസ്വഭാവങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരമാവധി മനുഷ്യരോട് പറയാതിരിക്കലാണ് നല്ലത്. മനുഷ്യരോട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ ദുരന്തങ്ങൾ പരമാവധി പറയാതിരിക്കലാണ് എപ്പോഴും നല്ലത്. അങ്ങനെയാണ്. അതേക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ട് പറയപ്പെടുന്നത് എന്താണെന്നറിയോ? നമ്മളെ ദുരിതവും ദുരന്തവും കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നതിൽ 70% ആളുകളും ആ ദുരിതവും ദുരന്തവും കേൾക്കുമ്പോൾ സത്യത്തിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവരായിരിക്കും. നമ്മൾ വിഷമവും ബുദ്ധിമുട്ടും നമ്മൾ പെട്ടുപോയതും കഷ്ടപ്പാടും ദുരിതവും ദുരന്തവും ഇങ്ങനെ പറയുമ്പോഴേ അപ്പൊക്കെ തലാട്ടിട്ടേ അങ്ങനെ ഉണ്ടായോ എന്നൊക്കെ ചോദിച്ചാലും ഒരു 70% ആളുകളും ഉള്ളുകൊണ്ട് സന്തോഷിക്കുകയായിരിക്കും. നമുക്ക് പറയാനുള്ളത് ആരോട് പറയാം? അള്ളാഹുവിനോട് പറയാ, ഇലാഹായ റബ്ബിനോട് പറയാ. അപ്പൊ പിന്നെ ഇവിടെ ക്ലാസ്സിനൊക്കെ വരുമ്പോ പലരും പല സങ്കടങ്ങളും പറയുന്നുണ്ടല്ലോ. അത് ജനങ്ങളോട് പറയാനല്ല, അത് ആരോട് പറയാൻ വേണ്ടി പറയാൻ? അത് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ആളുകളോട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അതിനാണോ വന്നിട്ട് ശുപാർശ ചെയ്യുന്നത്? അല്ല, ദുആ ചെയ്യണം, അള്ളാഹിനോട് പറയണം. അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നതിന്റെയും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിന്റെയും ഭാഗമായിട്ടാണ്. അങ്ങനെ തന്നെ വേണ്ടത്. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടെങ്കിൽ തുറന്ന് ആരോട് പറയാം? അള്ളാഹുവിനോട് പറയാം. അതിലേ രക്ഷയുള്ളൂ. ജനങ്ങളോട് എല്ലാ ഘട്ടങ്ങളിലും പ്രയാസങ്ങൾ പറഞ്ഞു നടക്കുന്നവർക്ക് ബറക്കത്ത് ലഭിക്കുകയില്ല. അവരുടെ പ്രയാസം കൂടുകയല്ലാതെ അതുകൊണ്ടത് കുറയുകയില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ആ സ്വഭാവം ഒരു വീട്ടിൽ ഒരാൾക്കുണ്ടായാൽ മതി, ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല. സ്വാഭാവികമായും നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കൂല. നമ്മൾ വിചാരിച്ച ഇവിടെ കിട്ടുവോ? കിട്ടൂല. കിട്ടിയാ പിന്നെ സ്വർഗമായിട്ട് എന്താ മാറ്റം?
പിന്നെ ദുനിയാവും സ്വർഗമായിട്ട് എന്താ മാറ്റം? അപ്പൊ നമ്മൾ വിചാരിച്ചത് പലതും കിട്ടൂല, നമ്മൾ വിചാരിച്ചത് പലതും നടക്കൂല, നമ്മുടെ ഇഷ്ടങ്ങൾ പലതും നടക്കാതെ പോകും. അതൊക്കെ വലിയ സങ്കടങ്ങളായി വിഷമങ്ങളായി ഇങ്ങനെ പറഞ്ഞു നടന്നാൽ അതിന് നേരണ്ടാവുള്ളൂ. അങ്ങനെയുള്ളടത്ത് ബറക്കത്തുണ്ടാവില്ല. അതുകൊണ്ടാ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി വിവാഹിതനായി തന്റെ ഭാര്യയെ, ഇസ്മായിൽ നബിയുടെ ഭാര്യയെ ഇബ്രാഹിം നബി കണ്ടിട്ടില്ല. അതിനിടയിൽ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുകയും ചെയ്തു. ഹാജർ ബീവിയെ സിയാറത്ത് ചെയ്യണം, തന്റെ മരുമകളെ ഒന്ന് കണ്ട് വിവരങ്ങൾ അന്വേഷിക്കണം. ആ താല്പര്യത്തോടെ മക്കത്തുൽ മുക്കറമയിലേക്ക് കടന്നു ചെന്നു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കത്തുൽ മുക്കറമയിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇസ്മായിൽ നബി ഇല്ല. ഈ വന്നതാരാണെന്ന് ഇസ്മായിൽ നബിയുടെ ഭാര്യക്ക് അറിയുകയുമില്ല. പ്രായമുള്ള ഒരാൾ കടന്നു വന്നു. ഇബ്രാഹിം بعدما تزوج إسماعيل يطالع تركته فلم يجد إسماعيل فسأل امرأته عنه. ഭാര്യയോട് ചോദിച്ചു, എവിടെയാണ് ഇസ്മായിൽ? അപ്പോൾ ഫഖാലത് ഖറജ യബ്തഗി ലനാ. ഇവിടെ ഇരുന്നാ പറ്റുമോ? ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലഭ്യമാകണമെങ്കിൽ ജോലിക്ക് പോണ്ടേ, അതിന് പോയതാണ് എന്ന് പറഞ്ഞു. സുമ്മ സഅലഹാ അൻ ഐശിഹിം വഹൈഅതിഹിം. പിന്നീട് ഇബ്രാഹിം നബി തന്റെ മരുമകളോട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ, സുഖം തന്നെയല്ലേ? അതാ നമ്മൾ ചോദിക്കാറുള്ള ആ ചോദ്യമൊക്കെ ചോദിച്ചു, വിശേഷങ്ങളൊക്കെ എന്താന്ന് ചോദിച്ചു. ഫഖാലത് നഹ്നു ബിശർരിൻ നഹ്നു ഫീ ലീഖിൻ വശിദ്ദത്തിൻ ഫശക്കത് ഇലൈഹി. ഒന്നും പറയണ്ട, ആകെ പൊല്ലാപ്പന്നെ, എടങ്ങാറന്നെ, വിഷമങ്ങളാണ്, ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്, സന്തോഷമില്ല, എല്ലാ നിലയിലും പ്രയാസങ്ങളാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള മറുപടി മാത്രമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ പറഞ്ഞത്. അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞു, ഫഇദാ ജാഅ സൗജുകി ഫഖറഇ അലൈഹി സലാം വഖൂലി ലഹു യുഗയ്യിർ അതബത ബാബിഹി. ഏതായാലും ഞാൻ പോവുകയാണ്. ഇസ്മായിൽ വന്നാൽ അങ്ങനെ പ്രായമുള്ള ഒരാൾ ഇവിടെ വന്നിരുന്നു എന്ന് പറയണം. ഇതാരാണ് ആള് എന്നൊന്നും പറഞ്ഞില്ല. പ്രായമുള്ള ഒരാള്, മുടിയൊക്കെ നരച്ച ഒരാള് ഇവിടെ വന്നിരുന്നു എന്ന് പറയണം. നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം, വഖൂലി ലഹു യുഗയ്യിർ അതബത ബാബിഹി. ഈ വീടിന്റെ ഉമ്മറപ്പടി ശരിയില്ല, പറ്റാണെങ്കിൽ അതൊന്ന് മാറ്റാനും പറയണം. ആരോട് പറഞ്ഞേൽപ്പിച്ചു? ഞങ്ങൾ മിണ്ടാത്ത ഭാര്യയോട് പറഞ്ഞേൽപ്പിച്ചു. സലാം പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങി. فلما جاء إسماعيل كأنه آنس شيئا فقال هل جاءكم من أحد. ഇസ്മായിൽ നബി വന്ന് വീട്ടിലേക്ക് കയറിയപ്പോഴത്തേക്ക് ആരോ ഇവിടെ വന്ന് പോയതുപോലെ ഇസ്മായിൽ നബിക്ക് തോന്നി. ഭാര്യയോട് ചോദിച്ചു, ഹൽ ജാഅകും മിൻ അഹദിൻ, ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? അപ്പോൾ ഖാലത് നഅം ജാഅനാ ശൈഖു കദാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോലുള്ള രൂപമുള്ള ഒരാളിവിടെ, ഒരു പ്രായമുള്ള ഒരാളിവിടെ വന്നിരുന്നു. അങ്ങനെ വന്നിട്ട് നിങ്ങളെ കുറിച്ച് ചോദിച്ചു, ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളെ ജീവിത സാഹചര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ സംഗതി ബുദ്ധിമുട്ടുണ്ട്, അതങ്ങനെ പറഞ്ഞു.
അപ്പൊ ചോദിച്ചു ഫഹൽ ഔസാക്കി ബിശൈഇൻ, എന്തെങ്കിലും വസിയത്തായിട്ട് പറഞ്ഞോ? ഖാലിസ്നാം, അതെ അതെ അതെ, ഒരു വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അമറനി അൻ നഖറഅ അലൈക സലാം വയഖൂൽ ഗയ്യിർ അതബത ബാബിക. എന്താ പറഞ്ഞതെന്നറിയോ? പറഞ്ഞതൊന്നും നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ വീടിന്റെ ഉമ്മറപ്പടി ശരിയില്ലത്രേ, അതൊന്ന് പറ്റെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഉടനെ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭാര്യയോട് പറയുന്നുണ്ട്, ആരാണ് വന്നതെന്നറിയുമോ നിനക്ക്? അതെന്റെ പ്രിയപ്പെട്ട പൊന്നു പിതാവാ. വഖദ് അമറനി അൻ നുഫാരിഖകി, അദ്ദേഹത്തിന്റെ വസിയത്തിന്റെ താല്പര്യം ഇതാണ്, ഞാൻ നിന്നെ ചെല്ലണമെന്നതാണ്. കാരണം നിന്നെപ്പോലൊരു ഭാര്യയുള്ളടുത്ത് ബർക്കത്ത് ഉണ്ടാവില്ല. നീ ആ മനുഷ്യൻ വന്ന് കയറിയപ്പോഴത്തേക്ക് എന്തിനാണ് ഈ ഇല്ലള്ള പാട്ട് ഇങ്ങനെ പാടാൻ തുടങ്ങിയത്? അങ്ങനെ ഒരു പെണ്ണൊരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ മനസ്സിലാവണില്ലേ? ആ വീട്ടിൽ ബറക്കത്തുണ്ടാവില്ല. എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ ഒരു അൽഹംദുലില്ല പറയേണ്ടതിന് പകരം ആ വിശേഷമൊക്കെ ഇപ്പൊ പറയാത്തതാണ് നല്ലത്. ആകെപ്പുള്ള വിഷയം എന്താന്ന് ചോദിച്ചാൽ സാമ്പത്തികമായി കുറഞ്ഞൊരു പ്രയാസം ഉണ്ടായിരിക്കും. എന്നാൽ അള്ളാഹു ഇവൾക്ക് കണ്ണിന് കാഴ്ച കൊടുത്ത വലിയ നിഅമത്ത് അതേക്കുറിച്ച് ചിന്തിക്കണില്ല. അള്ളാഹു തന്ന കിഡ്നി നടത്തുന്ന പ്രവർത്തനവും അതിൻ്റെ അനുഗ്രഹവും ചിന്തിക്കുന്നില്ല. യഥേഷ്ടം ഭക്ഷണം കഴിക്കുന്നു, അത് കൃത്യമായി ദഹിച്ചു പോകുന്നു. ആ ഒരു ഭക്ഷണം ദഹിക്കുമ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രക്രിയകളാണ് നമ്മളൊന്നും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്, അതേക്കുറിച്ചൊരു ആലോചനയും ഇല്ല. എത്രയെത്ര നാഡിനരമ്പുകളാണ് സമയോചിതമായി നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആലോചനയില്ല. കണ്ണിന്റെ കാഴ്ചയും കാതിന്റെ കേൾവി ശക്തിയും സംസാര ശക്തിയും ശ്വാസോച്ഛ്വാസ പ്രക്രിയയും നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ഇതൊക്കെ ഇപ്പൊ ചെറിയ നിയമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിയമത്ത് ആരോഗ്യമാണ്. അതുകൊണ്ടാണ് മഹ്ശറയിൽ അള്ളാഹു മനുഷ്യർക്ക് നൽകിയ നിയമത്തുകളുടെ കൂട്ടത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തായിരിക്കും? ആരോഗ്യമാണ്. നാളെ മഹ്ശറയിൽ അബ്ദിനോട് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് അലം നുസഹിഹ് ലക ജിസ്മക, ആരോഗ്യമുള്ള ഒരു തടി തന്നിരുന്നില്ലേ, അത് ഏതെല്ലാം കാര്യത്തിൽ ഉപയോഗപ്പെടുത്തി എന്നതാണ്. ആരോഗ്യം വലിയ നിഅമത്താ. അതറിയണമെങ്കിൽ 4 ദിവസത്തെ കിടപ്പിലായാൽ മതി. അപ്പോഴാണ് അതിന്റെ വില അറിയുക. പടച്ചോനെ, അള്ളാഹു നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരട്ടെ. അള്ളാഹു ആഫിയത്ത്